ഹായ് ഹലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റർഡ് കോഫി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 14 മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഇനി 1 കപ്പ് പാല് ഞാൻ ചൂടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇളക്കിക്കൊണ്ടേയിരിക്കണം. 4 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റിൻ്റെ പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ ചെറുതായി കട്ടിയായിട്ട് വന്ന് തുടങ്ങും. ഇപ്പം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് വെക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാലിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് പാല് തിളപ്പിക്കാനായി വയ്ക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കസ്റ്റർഡ് പൗഡർ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ബിസ്ക്കറ്റ് പൗഡറും കുറച്ച് ബിസ്ക്കറ്റ് കഷ്ണങ്ങളും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ കോഫിയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലുള്ള പാത്രത്തിൽ നിങ്ങൾ ചെയ്താൽ അതുപോലത്തെ ഷേപ്പിൽ കിട്ടും. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ചുകൂടെ ബിസ്ക്കറ്റ് പൗഡറും ബിസ്ക്കറ്റും പീസുകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കസ്റ്റേർഡിന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കസ്റ്റേർഡ് മിൽക്ക് നന്നായി പരത്തി കൊടുക്കാം. ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എത്ര ലെയേഴ്സാണോ ഉള്ളത് അത്രയും ഇങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് അത്രയും ലെയേഴ്സ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പാതി കസ്റ്റേർഡിൻ്റെ ലെയറും പാതി കോഫീൻ്റെ ലെയറായിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ലാസ്റ്റ് ലെയറും കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ബിസ്ക്കറ്റ് പൗഡറും കുറച്ച് ബിസ്ക്കറ്റ് കൂടെ മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡിഫറെൻറ്റ് ലെയേഴ്സോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. താങ്ക് യു.